മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലായ്മ ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ കോൺഗ്രസ് പോരാട്ടം കടുപ്പിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം രാജ്ഭവന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരം കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികളുടെ പ്രതിഷേധാഗ്നിയായി മാറുകയുമാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ രാപ്പകൽ സമരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ മറ്റ് കോൺഗ്രസ് നേതാക്കളായ ദീപദാസ് മുൻഷിയും ഷാഫി പറമ്പിലും രമേശ് ചെന്നിത്തലയും K മുരളീധരൻ MM ഹസൻ എന്നിവരും ഈ സമരത്തിൽ കൂടെയുണ്ട്. KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുകയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു. KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുകയും കേന്ദ്ര സർക്കാരുകൾക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു. പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ നാമം വെട്ടിമാറ്റാനും പുതിയ നിയമനിർമ്മാണത്തിലൂടെ പദ്ധതിയുടെ അന്തസ്സത്ത തകർക്കാനും ശ്രമിക്കുന്ന മോദി സർക്കാരിനെതിരെ സണ്ണി ജോസഫ് ഉയർത്തിയ വിമർശനങ്ങൾ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ആവേശം നൽകുന്നതാണ്. അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തെ അട്ടിമറിച്ച് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ എന്ന പുതിയ നിയമം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയാണ് ഈ സമരം നടന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് രാഷ്ട്രപിതാവിന്റെ പേര് മാറ്റാനുള്ള BJP നീക്കം കേവലം പേരുമാറ്റമല്ല, മറിച്ച് ചരിത്രത്തോടുള്ള വെല്ലുവിളിയാണെന്ന് സണ്ണി ജോസഫ് പ്രഖ്യാപിച്ചു. മഹാത്മാഗാന്ധിയുടെ പേര് പദ്ധതിയിൽ നിന്ന് മായ്ച്ചു കളഞ്ഞാൽ അത് ഗ്രാമീണ ഇന്ത്യയുടെ ആത്മാവിനെ മുറിപ്പെടുത്തുന്നതിന് തുല്യമാണ്. BJP അധികാരത്തിൽ വന്നതു മുതൽ ഈ പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നും UPA സർക്കാർ കൊണ്ടുവന്ന ഈ വിപ്ലവകരമായ നിയമത്തെ വെറുമൊരു സർക്കാർ ഉത്തരവായി ചുരുക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏകദേശം 2000 കോടി രൂപയുടെ കുടിശ്ശിക ലഭിക്കാനുണ്ടെന്ന് സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. ബജറ്റിൽ തുക വെട്ടിക്കുറച്ചും സാങ്കേതിക വിദ്യയുടെ പേരിൽ സങ്കീർണമായ ആപ്പുകൾ അടിച്ചേൽപ്പിച്ചും തൊഴിലാളികളെ പട്ടിണിക്കിടുകയാണ്. കേന്ദ്രം ഫണ്ട് നൽകാതെ പദ്ധതിയെ ശ്വാസം മുട്ടിക്കുമ്പോൾ അത് ചോദിച്ചു വാങ്ങാൻ ശേഷിയില്ലാത്ത പിണറായി സർക്കാർ വെറും കാഴ്ചക്കാരനായി നിൽക്കുകയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. മോദിയും പിണറായിയും പാവപ്പെട്ടവരുടെ വയറ്റ് തടിക്കുന്ന കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാണെന്ന് അദ്ദേഹം ആഞ്ഞടിക്കുകയും ചെയ്തു. ഈ സമരം തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. ജനുവരി 30-ന് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് വാർഡുകളിലും തൊഴിൽ സംരക്ഷണ ദിനം ആയി ആചരിക്കാൻ സണ്ണി ജോസഫ് ആഹ്വാനവും ചെയ്തു. പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങുന്നതുവരെ കോൺഗ്രസ് തെരുവിൽ ഉണ്ടാകുമെന്നും പുതിയ നിയമ ഭേദഗതി പിൻവലിക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. പാവപ്പെട്ടവന്റെ അന്നം മുട്ടിക്കുന്ന ഭരണാധികാരികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് സണ്ണി ജോസഫ് നടത്തിയത്. അഴിമതിയും ആഡംബരവും നടത്തുന്നവർക്ക് പാവപ്പെട്ടവന്റെ കൂലി നൽകാൻ പണമില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയ പാപ്പരത്വമാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. സമരവേദിയിൽ സണ്ണി ജോസഫ് MLA നടത്തിയ ആ ആവേശകരമായ പ്രസംഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ജനത, അവർ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്, പട്ടിണി പാവങ്ങളാണ്. അവരുടെ പട്ടിണി മാറ്റാൻ, അവർക്ക് ജീവിത ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് സോണിയാഗാന്ധി ചെയർപേഴ്സണായി UPAയുടെ നേതൃത്വത്തിൽ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഇന്ത്യൻ പാർലമെന്റിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയുള്ള നിയമം പാസാക്കി. നിയമപ്രകാരം അത് രാജ്യത്തിൻ്റെ ജനങ്ങളുടെ അവകാശമായിട്ട് മാറ്റുന്ന നടപടികൾ സ്വീകരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്തൃ സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. കേരളത്തിലെ ഗ്രാമീണ തൊഴിലാളികൾ, പ്രത്യേകിച്ച് വീട്ടമ്മമാര്, സഹോദരിമാര്, അവരെ പട്ടിണി മാറ്റാൻ, കുട്ടികളെ പോറ്റാൻ അവരെ കണ്ടെത്തിയ ജീവിത മാർഗം നമുക്കറിയാം. തൊഴിലുറപ്പ് പദ്ധതി തന്നെയായിരുന്നു. നമുക്കെല്ലാം അറിയുന്ന യാഥാർത്ഥ്യം തന്നെയാണ്. ഒന്നുകിൽ തൊഴിൽ കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഭരണഘടനാപരമായിട്ട് പൗരന്മാർക്ക് ജീവിക്കാനുള്ള, മാന്യമായി ജീവിക്കാനുള്ള അവകാശം അത് സംരക്ഷിക്കാൻ ഗവൺമെൻറ്റുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ തൊഴിൽ നൽകാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന് പകരമായിട്ട് അവർക്ക് വരുമാനം ഉറപ്പിക്കാനുള്ള കൂലി നൽകണം. അതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അന്തസ്സത്ത നമുക്കെല്ലാവർക്കും അറിയാം. ആ മഹത്തായ പദ്ധതിക്ക് രാഷ്ട്രപിതാവിൻ്റെ, മഹാത്മജിയുടെ നാമധേയമാണ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് നൽകിയത് എങ്കിൽ രാഷ്ട്രപിതാവ് പറഞ്ഞു, ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്, ഗ്രാമീണ ജനതയുടെ പട്ടിണി മാറ്റുകയാണ് ഏതൊരു ഭരണാധികാരിയുടെയും ഉത്തരവാദിത്തമെന്ന് രാഷ്ട്രപിതാവിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ, സ്വപ്നങ്ങൾ അതിനെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്
മഹത്തായ ഈ സാമൂഹ്യ പദ്ധതി നടപ്പിലാക്കി, തൊഴിലുറപ്പ് നടപ്പിലാക്കി, അതിന് രാഷ്ട്രപിതാവിൻ്റെ നാമധേയം നൽകിയത് എങ്കിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടി, ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആരംഭത്തിൽ തന്നെ ഈ പദ്ധതിക്കെതിരായിരുന്നു. 2009 UPA വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ, മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപീകരിച്ചപ്പോൾ അത് BJP പറഞ്ഞു, കോൺഗ്രസ് ഗവൺമെന്റ് ആവിഷ്കരിച്ച ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടാണ് കോൺഗ്രസിന് വീണ്ടും ജയിക്കാൻ കഴിഞ്ഞത് എന്ന് അവര് ആവലാതിപ്പെട്ടവരാണ്. ഈ പദ്ധതിയെ ആരംഭത്തിൽ തന്നെ അവരെതിർത്തവരാണ്, അതിനെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരാണ് BJP ഗവൺമെന്റ്. നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നപ്പോൾ അവർക്ക് ഭൂരിപക്ഷം കിട്ടി അവരെന്ത് ചെയ്യുന്നു? ഈ പദ്ധതിയെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനുള്ള ഏറ്റവും കിരാതമായ നിയമം പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തിന്റെ പേരിൽ അവരെ ഇന്ത്യയിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനു മുൻപ് നമുക്കറിയാം, കർഷകർക്ക് എതിരായിട്ടുള്ള 3 കിരാത നിയമങ്ങൾ ഇന്ത്യയിൽ BJPയുടെ ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അതിശക്തമായ കർഷക പ്രതിഷേധം ആ തെറ്റായ നിയമങ്ങൾക്കെതിരെ ഉയർന്നു. അവസാനം ആ തെറ്റായ നിയമങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ബാധ്യസ്ഥമായി, നിർബന്ധമായി. ഇവിടെ ഇത്തരത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്ന നിയമനിർമ്മാണം പാർലമെന്റിൽ വന്നപ്പോൾ നമ്മളുടെ ബഹുമാന്യരായ നേതാക്കന്മാർ സോണിയാഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും K സുധാകരനും ബെന്നി ബെഹ്നാനും കൊടിക്കുന്നിൽ സുരേഷും രാജ്മോഹൻ ഉണ്ണിത്താനും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള നമ്മുടെ MP-മാർ, നമ്മുടെ നേതാക്കന്മാർ അതിശക്തമായി ആ നിയമത്തിനെതിരെ പാർലമെന്റിൽ അവർ ശബ്ദിക്കുകയും പാർലമെന്റിന്റെ അകത്തും പുറത്തും രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂഴിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ആ സമരം നമുക്കറിയാം. രാജ്ഭവന്റെ മുമ്പിൽ തന്നെ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു സമരം ആരംഭഘട്ടത്തിൽ തന്നെ സംഘടിപ്പിച്ചിരുന്നു. എല്ലാ ജില്ലകളിലും കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു. വിവിധ പഞ്ചായത്തുകളിൽ ഗ്രാമീണ തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ശക്തമായ തൊഴിലുറപ്പ് സമരങ്ങൾ സംഘടിപ്പിച്ചു. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ തെറ്റായ നയങ്ങൾ പിൻവലിക്കാൻ, ഈ ജനകീയമായ സമരങ്ങളിൽ ഉയർന്നു വന്ന വികാരങ്ങളെ മാനിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. BJP ആരെയാണ് സഹായിക്കുന്നത്? അവരെ അദാനിയെയും അംബാനിയെയും സഹായിക്കുന്ന, കോടീശ്വരന്മാരെ സഹായിക്കുന്ന ഗവൺമെന്റാണ്. പാവപ്പെട്ടവരെ, തൊഴിലാളികളെ, കർഷക തൊഴിലാളികളെ, കൃഷിക്കാരെ അവഗണിക്കുന്ന ഗവൺമെന്റാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ അവഗണനയ്ക്കെതിരെയുള്ള അതിശക്തമായ സമര പോരാട്ടമാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി. ഇത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തെമ്പാടും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി രാഹുൽജിയുടെയും ഖാർഗെജിയുടെയും നേതൃത്വത്തിൽ അതിശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കിടയിലും ഒരുപാട് സംഘടനാപരവും രാഷ്ട്രീയവുമായ എല്ലാ തിരക്കുകൾക്കിടയിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ സമരം, രാപ്പകൽ സമരം, ഇന്ന് കേരളത്തിന്റെ ഈ ലോക്ഭവന് മുൻപിൽ ഈ രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നു. ഈ സമരത്തിലെ വികാരം, ഈ സമരത്തിലെ മുദ്രാവാക്യം രാഷ്ട്രപിതാവിനെ അധിക്ഷേപിക്കുന്നതിനെതിരായിട്ടുള്ള മുദ്രാവാക്യമാണ്. രാഷ്ട്രപിതാവിന്റെ നാമധേയത്തിലുള്ള ഏറ്റവും ബൃഹത്തായ പട്ടിണി മാറ്റാനുള്ള, തൊഴിലുറപ്പിനുള്ള ഒരു പദ്ധതിയെ കശാപ്പ് ചെയ്യുന്നതിനുള്ള ജനവികാരമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. എല്ലാ പ്രദേശത്തു നിന്നും ജനങ്ങള്, പ്രവർത്തകര്, തൊഴിലുറപ്പ് തൊഴിലാളികള് എത്തിച്ചേർന്ന്, സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ പോലും ഈ സമരം വിജയിപ്പിക്കാൻ തയ്യാറായതിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വികാരം കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ ഇവിടെ അധികാരികൾ തയ്യാറാകണം. ഗവർണർ ഉൾപ്പെടെയുള്ള അധികാരികൾ ഇവിടെ ഉയർന്നു വരുന്ന മുദ്രാവാക്യവും ജനവികാരവും മനസ്സിലാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെയും ഈ സമരം അവസാനിക്കുന്നില്ല. വിജയം വരെയും ഈ സമരം, തൊഴിലുറപ്പ്, തൊഴിൽ സംരക്ഷിക്കുന്നതിനാവശ്യമായ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ.